നമസ്തേ. ഇനി നമുക്ക് പുൽത്തൊട്ടിയിലേക്ക് വരാം. പുൽത്തൊട്ടിയോട് ചേർന്ന് കാളയും കഴുതയുമുണ്ട്. മനുഷ്യാവതാരത്തിൻ്റെ പ്രഥമ സാക്ഷികളെന്ന നിലയിൽ ഇവ രണ്ടും ആദ്യകാല ഐക്കൺ ചിത്രങ്ങൾ തൊട്ടുണ്ട്. മറ്റ് പല വിശദാംശങ്ങളുമില്ലാത്തവയിൽ പോലും ഇവരുണ്ട്. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു എന്ന യേശയ്യാ പ്രവചനം ഇവിടെ സാർത്ഥകമാകുന്നു. അതുമാത്രമല്ല സഖേ, ഒരു മെസ്സിയാനിക് ഡൈമെൻഷൻ ഈ മൃഗങ്ങളുടെ സാന്നിധ്യത്തിനുമുണ്ട്. ദ സിംബലിസം ഓഫ് ദി സാക്രിഫിഷ്യൽ കാഫ് ആൻഡ് ഓഫ് ദ ഡോങ്കി ഓഫ് ദ കിങ് എൻറ്ററിങ് ജെറുസലേം. All this symbolism designates the messianic dignity of the child. ബലിവസ്തുവായ കാളക്കിടാവ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ അന്തസ്സിനെ സൂചിപ്പിക്കുന്നു. ബലി അർപ്പിക്കുന്നയാളും ബലിവസ്തുവും രണ്ടായിരുന്ന പഴയ നിയമ പൗരോഹിത്യത്തിൽ നിന്നും വ്യത്യസ്തമായി ബലി അർപ്പിക്കുന്നതും ബലിയാകുന്നതും ഒരാൾ തന്നെയെന്ന പുതിയ നിയമ പൗരോഹിത്യത്തിലേക്കുള്ള ഭാവുകത്വ പരിണാമത്തിൻ്റെ സൂചന തന്നെ. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിക്കണമെന്ന ആത്മബലിയുടെ പാഠമാണിവിടെ ഈ മിണ്ടാപ്രാണി പഠിപ്പിക്കുന്നത്. ഇനി കഴുതയുടെ സാന്നിധ്യമാണ്. ഓശാനപ്പാട്ടുകളുടെ അകമ്പടിയോടെ ജെറുസലേമിലേക്കുള്ള തൻ്റെ രാജകീയ പ്രവേശനത്തിൻ്റെ പരോക്ഷ സൂചന ഇതിലുണ്ട്. മശിഹായുടെ രാജത്വം വിളിച്ചറിയിക്കുന്ന സാന്നിധ്യം. സകലത്തിൻ്റെയും രക്ഷകൻ്റെ പിറവിയെ ഘോഷിക്കുന്ന ഈ നിശബ്ദ സാന്നിധ്യങ്ങൾ ശരിക്കും നമ്മുടെ ശബ്ദഘോഷങ്ങളുടെ നിരർത്ഥകതയെ എത്രമേൽ ശാസിക്കുന്നുണ്ടാവും അല്ലേ? ആദരവോടെ സക്കേർ.